സോ നമുക്ക് ഇൻക്രിമെൻറ്റ് ബട്ടണിൻ്റെ ഇപ്പോൾ നമുക്കിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം അവിടെ നിന്ന് ബാക്കെൻഡിൽ നിന്ന് സക്സസ് ട്രൂ എന്ന് വരുന്നുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ കാർട്ട് റീഫ്രഷ് ചെയ്യാതെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് പേജ് റിഫ്രഷ് ചെയ്യാതെ അല്ലെങ്കിൽ പേജ് റീലോഡ് ചെയ്യാതെ നമ്മളെങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇ-കൊമേഴ്സ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ നമ്മൾ കാർട്ട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അതായത് കാർട്ടിലിപ്പോൾ നമ്മളെ യൂസർ ഐറ്റം വീണ്ടും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് റീലോഡ് ചെയ്യാതെ എങ്ങനെ അവിടെ കാണിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അത് ബാക്കിൽ നിന്ന് വന്നിട്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ നോക്കുമ്പോൾ. സോ വീഡിയോയിലിട്ട് അടക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഐറ്റം ഞാനിപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ പേജ് റീലോഡ് ചെയ്യാതെ തന്നെ 2, 3 ഇവിടെ കാര്യങ്ങൾ മാറ്റുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ കാണാം ഇതിങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ഡമ്മി ആയിട്ടുള്ളൊരു കാർട്ട് പേജ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഇൻക്രീസ് ബട്ടണും ഡിക്രീസ് ബട്ടണും ഉണ്ട്, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ബട്ടൺ ഉണ്ട്. ഇപ്പോൾ സോ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അപ്ഡേറ്റ് ആവണം. ഇതിനകത്ത് കാർട്ടിനകത്ത് എത്രയാണോ വാല്യൂ അത് അപ്ഡേറ്റ് ആവണം. അതുപോലെ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ആവണം. എന്നിട്ട് ഇതെങ്ങനെ നമുക്ക് ഡാറ്റാബേസിലോട്ട് സെൻഡ് ചെയ്യാം, അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് ഇതിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. സോ ഇപ്പോൾ ഇതാണ് ആ പേജിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്, ഒരു ഡമ്മി കോഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ന് പറയുന്നത് ഈ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ബട്ടൺ കോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് 2 ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ആ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. അതായത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ HTML ഓപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ വാല്യൂ എടുക്കണം, എന്നിട്ട് അത് ബാക്കെൻഡിലോട്ട് വിടണം. എന്നിട്ട് അവിടെ നമ്മൾ കാർട്ടിൻ്റെ ഡാറ്റാബേസിലോ എവിടെയാണോ അത് അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് തിരിച്ച് നമ്മൾ റെസ്പോൺസ് കൊടുക്കും. ആ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇതിലുള്ള ഈ ഇൻപുട്ട് ഒരു ക്വാണ്ടിറ്റി ഇൻപുട്ട് ബോക്സ് ആണ്. ആ ഇൻപുട്ട് ബോക്സിലുള്ള വാല്യൂവിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ആ വാല്യൂ ഈ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫെച്ച് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റാബേസിലോട്ടോ സെൻഡ് ചെയ്യണം. അത് തിരിച്ചൊരു റെസ്പോൺസ് വരുന്ന സമയത്ത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് ഞാനൊരു സെർവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഒരു ഡമ്മി സെർവറാണ്. അപ്പോൾ ഇതിൽ ഒരു പോസ്റ്റ് മെത്തേഡ് ഉണ്ട്, അപ്ഡേറ്റ് കാട്ടുന്നിട്ടുള്ള. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് അപ്ഡേറ്റ് ഒരു യൂസർ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു റൂട്ടിലോട്ട് വിടണം, ഒരു APIയിലോട്ട് വിടണം. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി അപ്ഡേഷൻ്റെ ലോജിക് ഒക്കെ ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമ്മളതിന് ഒരു സക്സസ് ആയിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ ഫംഗ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫെച്ച് കോൾ ചെയ്യണം. ഫെച്ചിൽ നമ്മൾ സ്ലാഷ്, ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ബാക്കെൻഡ് സെർവർ ഇതാണ്. അപ്പോൾ ഇതിൽ സ്ലാഷ് അപ്ഡേറ്റ് കാട്ടുന്നുള്ളതിലോട്ട് കോൾ പോവും. അതിൽ മെത്തേഡ് പോസ്റ്റ്, അതുപോലെ ഹെഡേഴ്സിൽ കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON, ഈ ബോഡിയിൽ നമ്മൾ JSON.stringify ക്വാണ്ടിറ്റി എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫെച്ച് വഴി ഡാറ്റ വിടുന്നത്. ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ അങ്ങോട്ട് വിടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതൊന്നൊരു റെസ്പോൺസ് വരും. ഈ റെസ്പോൺസ് വരുന്നത് ഡോട്ട് തന്നെയാണ്. ഈ ഫെച്ച് ഒരു പ്രോമിസാണ് ഇട്ടുന്നത്. ഇപ്പോൾ ഡോട്ട് തന്നെ ആ റെസ്പോൺസ് വരുന്നത് ഇത് JSON ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിലോട്ട് മാറ്റണമെങ്കിൽ response.json വിളിക്കും. എന്നിട്ട് വീണ്ടും ഡോട്ട് തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ അവിടെ ഉണ്ടാവും. കൺസോൾ ലോഗിൽ നമുക്ക് ആ ഡാറ്റ നോക്കാം. ഇഫ് നമുക്ക് ആ ഡാറ്റ ഡോട്ട് സക്സസ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ വാല്യൂ സെയിം document.html വേണ്ടി ക്വാണ്ടിറ്റി കൊടുക്കാം. എന്നിട്ട് സോ അങ്ങനെ നമുക്ക് ആ റെസ്പോൺസ് ഇവിടെ ഡാറ്റ സക്സസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഏതാണോ ഇൻക്രിമെൻ്റ് ആണോ ഡിക്രിമെൻ്റ് ആണോ നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് മൈനസ് പാസ് ചെയ്യാം, ഇവിടെ ആണെങ്കിൽ നമുക്ക് പ്ലസ് പാസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഡാറ്റ ഡോട്ട് ടൈപ്പിന് അകത്ത് നമുക്ക് വന്നിട്ട് ഇഫിൽ നമുക്ക് ചെക്ക് ചെയ്യാം ടൈപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ വാല്യൂ അസൈൻ ക്വാണ്ടിറ്റി -1 കൊടുക്കും. എൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ഡോട്ട് വാല്യൂ
ക്വാണ്ടിറ്റി പ്ലസ് 1. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി വഴി ഈ ഇൻപുട്ട് എലമെൻറ്റിനെ എടുത്തിട്ടുണ്ട്. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഇൻപുട്ട് എലമെൻറ്റിനെ എടുത്തിട്ടുണ്ട്. ഇൻപുട്ട് എലമെൻറ്റിനെ നമ്മളൊരു വാല്യൂ എന്നുള്ള നെയിമിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വാല്യൂ ഡോട്ട് വാല്യൂ, ഈ ഇൻപുട്ട് എലമെൻറ്റിനകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ വാല്യൂ എന്നുള്ളത്. ഈ വാല്യൂ നമ്മളോട് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ വാല്യൂ ആണ് ഇൻക്രിമെൻ്റ് ആവുക. അപ്പോൾ നമ്മളിത് ഇവിടെ മാറ്റുന്ന സമയത്ത് അവിടെ അത് മാറും. സോ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റി -1 ക്വാണ്ടിറ്റി +1 ഇട്ട് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി വരുന്നത് സ്ട്രിങ് ഫോർമാറ്റിലാണ്. നമ്മളെന്താണ് ഈ സ്ട്രിങ്ങിനെ മാറ്റിയിട്ട് നമ്പറിലാക്കണം, അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ വാല്യൂ ഏതാണോ അതാണ് അവിടെ വരും. നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും നമ്പർ കൊടുക്കാം. ഓക്കെ, ആക്ച്വൽ കേസിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സെർവറിൽ പോയി നമ്മൾ ഡാറ്റാബേസിൽ ഐറ്റം ഉണ്ടോ, പ്രൊഡക്റ്റ് ഓക്കെ ആണോ, അതായത് ക്വാണ്ടിറ്റി ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ അവിടെ അപ്ഡേഷൻ നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് സമയത്ത് ഈ വാല്യൂ ആണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. ഡാറ്റാബേസിൽ ബാക്കി ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ നമുക്കിത് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് ഇൻക്രിമെൻറ്റ് ബട്ടണിൻ്റെ ഇപ്പോൾ നമുക്കിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം അവിടെ നിന്ന് ബാക്കെൻഡിൽ നിന്ന് സക്സസ് ട്രൂ എന്ന് വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്, നമ്മൾ ഡിക്രിമെൻ്റ് ആവുന്നുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ കാർട്ട് റീഫ്രഷ് ചെയ്യാതെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇത്രയുള്ള വീഡിയോയിൽ. സോ വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.